കോടീശ്വരന്മാരായിട്ടുള്ള തമിഴ് നടന്മാർ. അതെ, 2026 സമ്പന്നരായിട്ടുള്ള 10 തമിഴ് നടന്മാരെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെയുള്ള നടന്മാരിൽ 10ാമതായിട്ട് വരുന്നത് ശിവകാർത്തികേയൻ. SK എന്ന വിളിപ്പേരിലും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1985 തമിഴ്നാട്ടിലെ ശിവഗംഗൈ എന്ന ഇടത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ചെറിയ ഷോർട്ട് ഫിലിമുകളിലും കോമഡിയനുമായും ഒക്കെ അഭിനയം തുടങ്ങിയ കാർത്തികേയൻ 2013 പുറത്തിറങ്ങിയ കേടി ബില്ല കില്ലാടി രംഗ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് ശിവകാർത്തികേയൻ ഒരു നടനപ്പുറം മികച്ചൊരു പ്ലേബാക്ക് സിംഗർ കൂടിയാണ്. അവസാനമായി ഇദ്ദേഹത്തിന്റെ ആസ്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 120 കോടി രൂപയോളമാണ്. സിയോൺ, പാരാശക്തി എന്നീ 2 ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന കാർത്തികേയന്റെ ഏറ്റവും പുതിയ 2 ചിത്രങ്ങൾ. 9ാമതായിട്ട് വരുന്നത് വിക്രം. കെന്നഡി ജോൺ വിക്ടർ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. എന്നിരുന്നാലും ചിയാൻ വിക്രം, വിക്രം, കെന്നഡി എന്നീ വിളിപ്പേരുകളിലും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഒരു നടനപ്പുറം വിക്രം ഇന്ന് പ്ലേബാക്ക് സിംഗറും പ്രൊഡ്യൂസറും ഒക്കെയാണ്. 1990 പുറത്തിറങ്ങിയ എൻ കാതൽ കൺമണി എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ വിക്രം തമിഴിനും അപ്പുറം മലയാളത്തിലും സഹനടനായുമെല്ലാം അഭിനയിച്ചു. 25 കോടി രൂപയോളമാണ് ഇന്ന് വിക്രം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ മകൻ ധ്രുവ് വിക്രം തമിഴിൽ ഇന്ന് മികച്ചൊരു നടനാണ്. അവസാനമായി ഇദ്ദേഹത്തിന്റെ ആസ്തി പറയുകയാണെങ്കിൽ ഏകദേശം 160 കോടി രൂപയോളമാണ്. 8ാമതായിട്ട് വരുന്നത് കാർത്തിക് ശിവകുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ സമ്പത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 150 കോടി രൂപയോളമാണ്. 1977 മദ്രാസിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. തമിഴ് സിനിമയിലെ ഒരു വീട്ടിലെ 2 നടന്മാരാണ് കാർത്തിയും സൂര്യയും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഇദ്ദേഹം 2007 പുറത്തിറങ്ങിയ പരുത്തി വീരൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ ആ വർഷത്തെ മികച്ച നടനുള്ള ഫിലിം അവാർഡ് കാർത്തിക് ലഭിക്കുകയാണ്. ഇന്ന് ഇദ്ദേഹം 10 കോടി രൂപയോളമാണ് ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്നത്. സിനിമക്കപ്പുറം കാർത്തിക് ഇന്ന് പല വലിയ കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. 7ാമതായിട്ട് വരുന്നത് വിജയ് ഗുരുനാഥ് സേതുപതി എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. എന്നിരുന്നാലും മക്കൾ സെൽവൻ എന്ന പേരിലാണ് ഇദ്ദേഹത്തെ ആരാധകർക്കിടയിൽ കൂടുതലും അറിയപ്പെടുന്നത്. ഇന്ന് സേതുപതി ഒരു നടനപ്പുറം മികച്ചൊരു സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. തമിഴിനപ്പുറം തെലുങ്ക്, ഹിന്ദി എന്നീ സിനിമകളിലും ഇദ്ദേഹം തന്റെ അഭിനയ കഴിവ് തെളിയിച്ചതാണ്. 2012 പുറത്തിറങ്ങിയ സുന്ദര പാണ്ഡ്യൻ എന്ന ചിത്രത്തിൽ ഒരു വില്ലൻ വേഷം ചെയ്ത് അഭിനയം തുടങ്ങിയ സേതുപതി തന്റെ സിനിമാ കരിയറിൽ ഇന്ന് അഭിനയിച്ചത് 55ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഏകദേശം 180 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. 6ാമതായിട്ട് വരുന്നത് ധനുഷ്. വെങ്കടേഷ് പ്രഭു കസ്തൂരി രാജ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഒന്നുമില്ലായ്മയിൽ നിന്നും അഭിനയം തുടങ്ങി തന്റേതായ ഒരു സ്ഥാനം തമിഴ് സിനിമക്കും അപ്പുറം ഇന്ത്യൻ സിനിമയിൽ തന്നെ പടുത്തുയർത്തിയ ഒരാളാണ് ധനുഷ്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 250 കോടി രൂപയോളമാണ്. 2002 പുറത്തിറങ്ങിയ തന്റെ പിതാവ് തന്നെ നിർമ്മിച്ച തൾവതൈ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് ധനുഷ് ആദ്യമായി ക്യാമറയുടെ മുമ്പിൽ എത്തുന്നത്. വർഷങ്ങളോടപ്പുറം ഇന്ന് ഇദ്ദേഹം അഭിനയിച്ചു തീർത്തത് 50ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. 5ാമതായിട്ട് വരുന്നത് ശരവണൻ ശിവകുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. എന്നിരുന്നാലും സിംഗം സൂര്യ, നദിപ്പിൻ നായകൻ എന്നീ പേരുകളിലാണ് ഇദ്ദേഹത്തെ കൂടുതലും അറിയപ്പെടുന്നത്. 1975 അന്നത്തെ തമിഴ് നടനായ ശിവകുമാറിന്റെ മൂത്ത മകനായിട്ടാണ് സൂര്യ ജനിക്കുന്നത്. കൊമേഴ്സിൽ ബിരുദം നേടിയ ഇദ്ദേഹം ഒരു വസ്ത്ര കയറ്റുമതി ഫാക്ടറിയിൽ ജോലി ചെയ്താണ് തന്റെ കരിയർ ആരംഭിക്കുന്നത്. അങ്ങനെ തന്റെ 22ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങിയ നെരിക്കുന്നേർ എന്ന ചിത്രത്തിലൂടെയാണ് സൂര്യ ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. അവിടുന്ന് അങ്ങോട്ട് വില്ലനും നായക നടനായുമെല്ലാം അഭിനയം തുടങ്ങിയ സൂര്യ ഇന്ന് തമിഴ് സിനിമയിലെ മുൻനിരയിൽ നിൽക്കുന്ന നായക നടന്മാരിൽ ഒരാളാണ്. 2020 പുറത്തിറങ്ങിയ സൂര്യ റിപ്പോർട്ടർ എന്ന ചിത്രം ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയറിലെ ആദ്യത്തെ നാഷണൽ ലെവലിൽ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് നേടിക്കൊടുത്ത ആദ്യത്തെ ചിത്രമായിരുന്നു. ഏകദേശം 300 കോടി രൂപയോളമാണ് ഇന്നത്തെ സൂര്യയുടെ ആസ്തി എന്ന് പറയുന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു നടനപ്പുറം വലിയൊരു ഫിലോന്ത്രപ്പിസ്റ്റ് കൂടിയാണ്. നാലാമതായിട്ട് വരുന്നത് അജിത് കുമാർ.
1971 ഹൈദരാബാദിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. തല, അൾട്ടിമേറ്റ് സ്റ്റാർ എന്നീ വിളിപ്പേരുകളിലും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1995 പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ ചിത്രമായ ആസൈൽ നിരൂപക എന്ന ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങിയ അജിത്ത് തന്റെ 31 വർഷത്തെ സിനിമാ കരിയറിൽ അഭിനയിച്ച് തീർത്തത് 66-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഏകദേശം 350 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. പത്മഭൂഷൺ അവാർഡ് ലഭിച്ച തമിഴ് നടന്മാരിൽ ഒരാൾ കൂടിയാണ് അജിത് കുമാർ. ഇദ്ദേഹം ഇന്ന് ഒരു നടനപ്പുറം റേസിംഗ് കാർ പ്രേമിയുമാണ്. നിരവധി ചാമ്പ്യൻഷിപ്പ് റേസിംഗ് മത്സരങ്ങളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് കമൽ ഹാസൻ. തമിഴ് സിനിമയെ നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. 1954 ജനിച്ച ഇദ്ദേഹം ഇന്ന് ഒരു നടനപ്പുറം ഒരു രാഷ്ട്രീയക്കാരന് കൂടിയാണ്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ സമ്പത്ത് പറയുകയാണെങ്കിൽ ഏകദേശം 388 കോടി രൂപയോളമാണ്. 1960 പുറത്തിറങ്ങിയ കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിൽ ഒരു ബാലതാരമായി അഭിനയം തുടങ്ങിയ ഇദ്ദേഹം ഇന്ന് തമിഴിനും അപ്പുറം തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നിവയിലെല്ലാമായിട്ട് 220-ലധികം വരുന്ന ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് രജനീകാന്ത്. 1970 മുതൽ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ സ്റ്റാറാണ് രജനീകാന്ത്. 1950 ബാംഗ്ലൂരിൽ ജനിച്ച ഇദ്ദേഹം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നതിന് മുമ്പ് ചിലവിനുള്ള പണം കണ്ടെത്താനായി ബസ് കണ്ടക്ടറായിട്ട് പോലും ജോലി ചെയ്തിരുന്നു. ഇന്ന് രജനീകാന്ത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ്. 1976 പുറത്തിറങ്ങിയ കഥാസംഗമം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ഇദ്ദേഹം വർഷങ്ങളുടെ അപ്പുറം ഇന്ന് അഭിനയിച്ച് തീർത്തത് 180ഓളം വരുന്ന ചിത്രങ്ങളിലാണ്. തമിഴിനും അപ്പുറം തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമൊക്കെ ഇദ്ദേഹം തന്റെ അഭിനയ കഴിവ് തെളിയിച്ചതാണ്. ഏകദേശം 500 കോടി രൂപയോളമാണ് ഇന്നത്തെ രജനീകാന്തിന്റെ വ്യക്തിഗത ആസ്തി എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. 1974 ജൂൺ 22 മദ്രാസിൽ ഇദ്ദേഹം ജനിക്കുന്നത്. വിജയ്, ദളപതി എന്നീ വിളിപ്പേരുകളിലാണ് ഇദ്ദേഹത്തെ കൂടുതലും അറിയപ്പെടുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരുടെ ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്തു തന്നെ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ പേര് കാണാനാകും. ഒരു നടനപ്പുറം ഇന്ന് വിജയ് നിർമ്മാതാവ്, പ്ലേബാക്ക് സിംഗർ, ഡാൻസർ, ഇനി അതിനുമപ്പുറം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. 1984 തന്റെ അച്ഛൻ പുറത്തിറങ്ങിയ വെട്രി എന്ന ചിത്രത്തിൽ ഒരു ബാലതാരമായി അഭിനയം തുടങ്ങിയാണ് വിജയ് ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത്. 1991 പുറത്തിറങ്ങിയ നാളെയ തീർപ്പ്, 92 പുറത്തിറങ്ങിയ സെന്തൂര പാണ്ടി എന്നീ തുടങ്ങി ഓരോ വർഷങ്ങളിലും നിരവധി സിനിമകൾ ഇദ്ദേഹത്തെ തേടിയെത്തി. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇദ്ദേഹം അഭിനയിച്ച് തീർത്തത് 69-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. അവസാനമായിട്ട് ഇദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 600 കോടി രൂപയോളമാണ്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കണ്ട വിവരങ്ങളെല്ലാം ഗൂഗിളിൽ നിന്നും മറ്റുമായി എടുത്തിട്ടുള്ളവയാണ്. ഇതിൽ ഓരോ ദിവസവും പല മാറ്റങ്ങളും വന്നേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം.